ഹായ് എവരി വൺ, എല്ലാവർക്കും റൈറ്റ് ബോർഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ മക്കളെ, എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 6, 10, 14 എക്സെട്ര. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കോമൺ ഡിഫറൻസാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 6, 10, 14 എക്സെട്ര. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ഡി ആണ്, സ്മോൾ ഡി. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ടേം എന്താ വന്നിരിക്കുന്നത്? 10 മൈനസ് ഫസ്റ്റ് ടേം എന്താ? 6. 10 മൈനസ് 6 എന്താ? 4. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. തേർഡ് ടൈം എന്ന് പറയുന്നത് 14. 14 മൈനസ് 10 എന്ത് വരും? 4. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ ആ 4 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വെച്ച് ആഡായി പോയിരിക്കുന്നതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ ആണേ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് 10th ടേം? അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഒരു ഫോർമുലയുണ്ട്. എന്താണ്? nth ടേം കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയുണ്ട്. an എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താ? nth ടേം എന്നുള്ളതാണ്. nth ടേം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. a എന്ന് പറയുന്നത് നമ്മുടെ nth ടേം എന്നുള്ളതാണ്. ഈക്വൽ ടു a എന്ന് പറയുന്നത് ആദ്യത്തെ ടേം. ഇവിടെ ആദ്യത്തെ ടേം ഏതാ? 6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. n എന്ന് പറഞ്ഞാൽ nth ടേമിൻ്റെ ആ n ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ്? 10th ടേമാണ്. അപ്പം nth ടേം a n ആണെങ്കിൽ 10th ടേം എന്താ? a10. a10 എന്ത് വരും? a പ്ലസ് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്. ഇവിടെ a എന്ന് പറയുന്നത് 6 6 പ്ലസ് n എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് 10 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്കറിയാം 4. അപ്പോൾ നമ്മുടെ 10th ടേം എന്ത് വരും? 6 പ്ലസ് 10 മൈനസ് 1 എന്താ? 9. 9 ഇൻറ്റു 4. ഓക്കെ. 9 ഇൻറ്റു 4 എന്താ? 36. അപ്പോൾ 6 പ്ലസ് 36 എന്ന് വരും. നമ്മുടെ ആൻസർ 42. അപ്പോൾ ഈ സീക്വൻസിലെ 10ാമത്തെ ടേം ഏതാ? 42. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ, എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് ഓൾജിബ്രൈക് ഫോം? അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് ഓൾജിബ്രൈക് ഫോം എന്ന് ചോദിച്ചാലും nth ടേം എന്ന് പറയുന്ന ആ ഒരു ഫോർമുല തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതാ? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ. ഇതിനകത്ത് നമുക്ക് an ഈക്വൽ ടു a അറിയാം നമുക്ക്. ഫസ്റ്റ് ടേം 6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്കറിയാം 4. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ലെഫ്റ്റ് സൈഡിൽ an തന്നെ. an ഈക്വൽ 6 പ്ലസ് ഈ 4 എന്ന് പറയുന്നത് ഈ n മൈനസ് 1ൻ്റെ കൂടെ ഇൻറ്റു ചെയ്തേക്കുക. എന്ന് വെച്ചാൽ ആ 4 എന്ന് പറയുന്നത് വെളിയിലുള്ളത് എന്താ? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള n-നും ഉണ്ട് മൈനസ് 1-നും ഉണ്ട്. അപ്പോൾ ആ 4 അങ്ങ് അകത്തോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 4n മൈനസ് 4. ഓക്കെ. ലെഫ്റ്റ് സൈഡ് an തന്നെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 6 മൈനസ് 4 നമുക്കറിയാം. 6 മൈനസ് 4 എന്താ? 2 പ്ലസ് 4n. ഇതാണ് നമ്മുടെ ഓൾജിബ്രൈക് ഫോം. എന്താ നമ്മൾ ചെയ്തത്? നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ അതിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ടേം നമുക്കറിയാം, പിന്നെ കോമൺ ഡിഫറൻസ് അറിയാം, പിന്നെ nth ടേമിൻ്റെ ഫോർമുല അറിയാം. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതിനകത്തോട്ട് എയ്ക്കും ഡിക്കും വാല്യൂ കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്പേഴ്സ് 6ഉം മൈനസ് 4ഉം കൂടെ എന്ത് ചെയ്തു? ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 വന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ nth ടേമിൻ്റെ എന്താണ് ഫോർമുല? 2 പ്ലസ് 4n. അപ്പോൾ ഇതിനകത്ത് ഓരോ ടേമും ഞാൻ ഈ ഓൾജിബ്രൈക് ഫോം വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും?
എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ A1 എന്ന് പറയുന്നത് 2 + 4 × 1 എന്ത് വരും? 2 + 4 6 എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം 6 എന്നുള്ളതാണ്. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ A2 കണ്ടുപിടിച്ചാൽ മതി. എന്ത് വരും? 2 + 4 × 2 എന്ത് വരും? 2 + 8 10. സെക്കൻഡ് ടൈം എൻ്റെ 10 അങ്ങനെ എന്ന് വെച്ചാൽ എന്താ, ഈ സീക്വൻസ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഓരോ നമ്പരും എനിക്ക് എന്ത് ചെയ്യാം? ഈ ഓൾജിബ്രൈക് ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കിക്കാം മക്കളെ. എന്താ? റൈറ്റ് ഡൗൺ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3 എന്ന് വെച്ചാൽ 3 കോമൺ ഡിഫറൻസ് വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. ഏത് വേണേലും എഴുതാം. ഞാനിപ്പം 1 തുടങ്ങുമെന്ന് വിചാരിച്ചോ. 1 തുടങ്ങുവാണെങ്കിൽ എൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? 1 + 3 എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് 3 അപ്പോൾ 1 + 3 എന്ത് വരും? 4. പിന്നെ അടുത്ത ടൈം എന്ത് വരും? 4 + 3 എന്ത് വരും? 7. അടുത്ത ടൈം 7 + 3 10. ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ്. നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. ഞാൻ 1 തുടങ്ങിയെന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ എഴുതി. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 3. രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ ദ ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 30? വൈ? അപ്പം ഈ ഞാനിപ്പോൾ എഴുതിയ സീക്വൻസിലെ ഏതെങ്കിലും 2 ടേം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്ത് അത് തമ്മിൽ കുറച്ചാൽ എനിക്ക് 30 കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു ചോദ്യം വരുവാണെങ്കിൽ, അതായത് നിങ്ങളോട് ചോദിക്കുക, ഈ സീക്വൻസിലെ 2 ടേംസിൻ്റെ ഡിഫറൻസ് എന്താ? ഇന്നത് വരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എത്ര ആണോ വരുമെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചത് എന്താ? ഡിഫറൻസ് 30 ആവുമോയെന്ന്. അപ്പോൾ 30നെ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് 3. ഇതിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയ എന്ന് വെച്ചാൽ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് 30 ആയിട്ട് വരാമെന്ന് വെച്ചാൽ 30 ÷ 3 ചെയ്യുമ്പോൾ എന്താ? 1